നറൂട്ടോ ലോകം മുഴുവൻ ഒരു ഇതിഹാസത്തെ ഓർക്കും. ഒരാൾ മാത്രം, അയാളായിരുന്നു ചിരിയുടെ ഉള്ളിൽ വേദനകൾ മറച്ചു പിടിച്ച ഒരു പ്രതിഭ, ജിറായ ദ ടോഡ് സേജ്. വലിയ യുദ്ധങ്ങൾ കണ്ടിട്ട് ബാല്യകാലം സൗഹൃദം ഒരിക്കലും മറക്കാത്ത മനസ്സ് പഠിപ്പിച്ചത് അനേകം നെഞ്ചുകളെ. എന്നാൽ ആത്മാർത്ഥമായി വിശ്വസിച്ചത് ഒരു കുട്ടിയില്, നറൂട്ടോ ഉസുമാക്കി. ഒരു ഗുരു പരാജയപ്പെട്ടാൽ ശിഷ്യൻ ആ പരാജയം പൂർത്തിയാക്കണം. ഇതായിരുന്നു ജിറായയുടെ വിശ്വാസം. വേദനയിലൂടെ നേടിയ ബുദ്ധി, പരാജയങ്ങളുടെ നേടിയ കരുത്ത്. അവൻ അത് തന്നെ തന്റെ ശിഷ്യനിൽ കണ്ടു. വേദന നിറഞ്ഞ യാത്രയായിരുന്നു ജിറായയുടേത്. അവന്റെ കയ്യിൽ പിറന്ന പെയിൻ ഒരിക്കൽ അവനെ തന്നെയായിരിക്കും അവൻ നേരിടേണ്ടത് എന്നത് വിധിയായിരുന്നു. കൊൻഹയുടെ സിനിമ ഹൃദയനായ ആ ഗുരു മരണം നേരിട്ടപ്പോൾ പോലും പുഞ്ചിരിച്ചു പറഞ്ഞു, അവസാനിപ്പിച്ച കഥയല്ല ഇത്, ഇനി എഴുതേണ്ടത് എന്റെ ശിഷ്യനാണ്. ജിറായയുടെ ഓരോ വാക്കുകളും ഇന്ന് നറൂട്ടോയുടെ ആത്മാവിൽ മുഴങ്ങുന്നു. അവന്റെ പാഠങ്ങൾ, അവന്റെ ഹൃദയം, അവന്റെ ചിരി എല്ലാം മാറി നറൂട്ടോയുടെ കരുത്തായി. ഒരു ഗുരുവിന്റെ സ്വപ്നം ഒരു ശിഷ്യന്റെ ജീവിതമായി. ഒരു യഥാർത്ഥ നെഞ്ച തന്റെ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. അത് ജിറായ പഠിച്ചു. അത് തന്നെയാണ് നറൂട്ടോ ലോകത്തിന് തെളിയിച്ചത്. ഇന്നും കാറ്റ് വീശുമ്പോ കൊനഹയിലെ മരങ്ങൾ ചലിക്കുന്നു. അവയുടെ ശബ്ദത്തിൽ കേൾക്കും ജിറായ എന്ന 3 സന്യാസിൽ ഒരു ഇതിഹാസത്തിന്റെ ചിരി. ജീവിതത്തെ പോലെ മനോഹരവും മരണം എന്ന പോലെ അനന്തവുമായ മാസ്റ്റർ ജിറായയുടെ കഥ, നറൂട്ടോയുടെ ഗുരുവായ കൊനഹയുടെ ഇതിഹാസമായ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന മാസ്റ്റർ ജിറായ. ഇതിഹാസ സന്യൻ ജിറായയുടെ കഥ. ലോകം കണ്ട ഏറ്റവും മഹാനായ നിഞ്ചയിൽ ഒരാളായിരുന്നു മാസ്റ്റർ ജിറായ. ജിറായയുടെ ജീവിതം ത്യാഗത്തിന്റെയും വേദനകളുടെയും പ്രതീക്ഷയുടെയും ഒരു നീണ്ട യാത്രയായിരുന്നു. ഗാമാസെന്നിൻ അഥവാ ഫ്രോഗ് സേജ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കഥ കേവലം ഒരു വീരകഥയല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ പൂർണ്ണത തേടിയുള്ള അവസാനിക്കാത്ത അന്വേഷണമാണ്. മഹാനായ 3ാം ഉക്കാഗ സൂസൻ സറുട്ടോബിയുടെ ശിഷ്യന്മാരായിരുന്നു ജിറായ, ഒറോച്ചിമാറു, സുനാഡെ. ഇവർക്കൊപ്പം കൊനഹയുടെ ഇതിഹാസ സാനികളിൽ ഒരാളായി വളർന്നു. തുടക്കത്തിൽ കഠിനാധ്വാനിയായിരുന്ന ഒറോച്ചിമാരുടെ നിഴലിൽ ഒതുങ്ങിപ്പോയി ഒരു സാധാരണക്കാരനായ അവൻ. എന്നാൽ മിയബോക്കു പർവ്വതങ്ങളിലെ തവളകളുമായി ഒരു ഉടമ്പടി ഒപ്പിട്ടതോടെ അവന്റെ ജീവിതം മാറി മറിഞ്ഞു. അവിടെ വെച്ച് ലോകത്തിന്റെ വിധി നിർണയിക്കുന്ന ഒരു ശിഷ്യനെ പരിശീലിപ്പിക്കാൻ നിയോഗപ്പെട്ടവനാണ് താനെന്ന് മഹത്തായ പ്രവചനം അവൻ കേട്ടു. ആ ശിഷ്യൻ ഒന്നെങ്കിൽ ലോകത്തെ രക്ഷിക്കും, അതല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കും. ആ പ്രവചനത്തിലെ കുട്ടിയെ തേടി ജിറായ ലോകം മുഴുവൻ സഞ്ചരിച്ചു. തന്റെ പ്രശസ്തമായ ഈ ചായച്ച നോവലുകൾ എഴുതുന്നതിനിടയിലും അവൻ ആ രക്ഷകനെ തെരഞ്ഞുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ഇടയിൽ അനാഥരായ 3 പേരെ അവൻ കണ്ടെത്തി. അഗാട്ടോ, യായിക്കോ, കോനാൻ. അഗാട്ടോയുടെ അത്ഭുതകരമായ ട്രെയിനാകാൻ കണ്ണുകൾ കണ്ടപ്പോൾ ജിറായ വിചാരിച്ചു അവനായിരിക്കും ആ രക്ഷകനെന്ന്. അവർക്ക് അതിജീവിക്കാനുള്ള വഴികൾ ജിറായ പഠിപ്പിച്ചു കൊടുത്തു. അവരെ സ്നേഹിച്ചു. എന്നാൽ ഒടുവിൽ അവരെ വിട്ടുപിരിയേണ്ടി വന്നു. അതായിരുന്നു ജിറായയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിൽ ഒന്ന്. വർഷങ്ങൾക്ക് ശേഷം അവർ രൂപീകരിച്ച അക്കാട്സുക്കി എന്ന സംഘടന ലോകത്തിനൊരു ഭീഷണിയായി മാറിയപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. പിന്നീട് അവന്റെ ശിഷ്യനായി 4ാം ഉക്കാഗ മിനാറ്റോ നമീഗാസെ വന്നു. മിന്നലിനെ പിളർക്കുന്ന വേഗതയും അസാമാന്യ കഴിവുകളുള്ള മിനാറ്റോയാണ് ആ പ്രവചനത്തിലെ കുട്ടിയെന്ന് ജിറായ വിചാരിച്ചു. എന്നാൽ നറൂട്ടോയുടെ ജനനവും കുറാമയുടെ അറ്റാക്കും മിനാറ്റോയുടെയും കുഷിനയുടെയും ജീവനെടുത്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളായ മിനാറ്റോയുടെ മകനായ നറൂട്ടോയാണ് ഇത്ര വർഷങ്ങളായി തെരഞ്ഞുകൊണ്ടിരുന്ന ചൈൽഡ് ഓഫ് പ്രൊഫസി. പിന്നീട് ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായി തന്റെ പഴയ ശിഷ്യനായ നഗാട്ടോയുടെ പേനിന്റെ കൈകളാൽ മരണപ്പെടുന്നു ജിറായ. ജിറായയുടെ മരണം അത് നറൂട്ടോ സീരീസിലെ സങ്കടപ്പെടുത്തുന്ന സീനുകളിൽ ഒന്ന് തന്നെയാണ്.